അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ താരമാരാന്ന് വെച്ചാൽ ഈ സംഭവം കേട്ടോ, ക്രഞ്ചീസ് ആണ് കേട്ടോ. ക്രഞ്ചീസ് കുറേ പേര് കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന പീസ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. ഇത് കുറച്ച് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. ഇതൊരു ക്രേപ്പല്ല, എന്താ പറയുക, ഏതോ ഒരു മെറ്റീരിയൽ, കുറച്ച് കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയൽ. കുറച്ചും കൂടി നമുക്ക്, ഞാൻ പൂക്കളൊക്കെ കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ. ഈ മെറ്റീരിയൽ എനിക്ക് പേര് ഓർമ്മയില്ല. സെയിം ഇതിൽ തന്നെ ഞാനിങ്ങനെ ഒരു ബൗ പോലത്തെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിൽ ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ, നമുക്കിങ്ങനെ കെട്ടിക്കൊടുക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പൊതുവേ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ അത് ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ഏകദേശം അത് കേട് വന്നു പോയി. അപ്പോൾ കേടായത് കൊണ്ട് തന്നെ ഞാൻ പുതിയത് ഇങ്ങനെ ക്ലോത്ത് കണ്ടപ്പോൾ എനിക്കിത് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഈ ക്ലോത്ത് നമ്മുടെ കസ്റ്റമറിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ഈ ക്ലോത്ത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായപ്പോൾ ഞാനെന്ന് വിചാരിച്ചു ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ക്രഞ്ചീസ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് വരാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഏതെങ്കിലും ടോപ്പ് തുന്നിയതിൻ്റെ, ഡ്രസ്സ് തുന്നിയതിൻ്റെ എന്തെങ്കിലും ബാക്കി തുണി ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ. നമുക്ക് ചുരിദാർ തുന്നിയതിൻ്റെ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കതിന് മാച്ചിങ് ആയിട്ട് ഇടാമല്ലോ. അപ്പോൾ വീതിയായിട്ട് ഞാൻ 4.5 ഇഞ്ച് വിത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വിത്ത്. പിന്നെ നമ്മൾ ഫ്രിൽസ് എനിക്ക് കുറച്ച് കൂടുതൽ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതലായിട്ടുള്ളതാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ 2 പീസ് ഉണ്ട്. ഒറ്റ പീസിൽ 28 ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ടോട്ടൽ ഒരു 28 പറയുമ്പോൾ നിങ്ങൾക്ക് കണക്കാക്കാൻ 8 16 58 16 56 ഇഞ്ച് ഉണ്ടാവും കേട്ടോ. ഓക്കെ, എൻ്റെ കണക്ക് ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒരു കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. എനിക്ക് കുറച്ച് നല്ല ഫ്രില്ലായിട്ട് വേണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ 2 പീസിനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നല്ല വശം ഉള്ളിൽ പോകുന്ന രീതിയിൽ അടിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും നമ്മുടെ മെഷീൻ്റെ സ്ക്രൂ ഡ്രൈവറൊക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ കുത്തി കൊടുത്തതിന് നമുക്ക് അടി മറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഈസി ആയിട്ട് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ ഇതുപോലെ എലാസ്റ്റിക് ഉണ്ട്. ഈ എലാസ്റ്റിക് വന്നിട്ട് നമ്മൾ മാസ്കിന് വേണ്ടിയിട്ടൊക്കെ, അപ്പം മുമ്പ് ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെറുതെ യൂസിലാണ് കിടക്കണം. അപ്പം ഞാനിങ്ങനെ എനിക്ക് വേണ്ടപ്പോൾ ഞാൻ ഇതുപോലെ ക്രഞ്ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എലാസ്റ്റിക് എടുക്കും കേട്ടോ. ഈ കമ്പി വന്നിട്ട് നമ്മൾ ഈ കുടൻ്റെ ഒരു കമ്പിയില്ലേ, ആ കമ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നാടകൾ കോർക്കാൻ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലത്തെ ഒരു കമ്പി ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൂചിപ്പിന്നെ എടുത്തിട്ട് അതിൽ സൂചിപ്പിന്നിൽ പിൻ ചെയ്തിട്ട് ഇങ്ങനെ കോർത്ത് എടുക്കാം കേട്ടോ. എങ്ങനെ വേണം ചെയ്യാം. കണ്ടോ, ഇത് നല്ല രീതിക്ക് ഫ്രിൽസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ വേണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ ഞാൻ അത്രയും ലെങ്ത്തിലെടുക്കാൻ. കാരണം നിങ്ങൾക്ക് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഏകദേശം ഒരു 40 ഇഞ്ചെങ്കിലും ലെങ്ത്ത് വേണം കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല ഭംഗിയിൽ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ എലാസ്റ്റിക് വേണ്ടത് നോക്കിയിട്ട് എടുത്തതിന് ശേഷം ഒന്ന് നന്നായി ടൈറ്റായി കെട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഭാഗം വരുന്നുണ്ടല്ലോ, നമ്മുടെ 2 ലെങ്ത്, ആ ഒരു ക്ലോത്തിന് 2 എൻഡ് ഭാഗം ഉണ്ടല്ലോ, അത് ഒന്നിലേക്ക് ഉള്ളിലേക്ക് തുരുകി കൊടുത്തിട്ട് ഒന്ന് ആരിക ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഉള്ളിലേക്ക് തന്നെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഒരു അടി അടിച്ച് കൊടുക്കുക കേട്ടോ. അത് സിമ്പിളായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ചിലത് കുറച്ച് നമ്മൾ കാണാത്ത രീതിയിലും സ്റ്റിച്ച് കാണാത്ത രീതിയിൽ നമ്മൾ ചെയ്യണതുണ്ട്. ഇത് നമ്മൾ ഈസി മെത്തേഡിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബേസിക്കായിട്ട് സ്റ്റിച്ചിങ് അറിയാത്തവർക്കും പോലെ ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിൾ മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇരിക്കട്ടെ. നല്ല ഫ്രില്ല് ഉണ്ടാകുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. നമ്മൾ പോണിറ്റെയിലൊക്കെ കെട്ടും, അല്ലെങ്കിൽ നമ്മൾ കൊണ്ട കെട്ടുമ്പോഴേ കയ്യിലിട്ട് വയ്ക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ. ഇതേ സെയിം തുണിയിൽ തന്നെ ഞാൻ നമ്മളൊരു വേറൊരു മോഡൽ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു ബട്ടർഫ്ലൈ പോലത്തെ ഒരു ലൈക്ക് ആ ഒരു മോഡൽ. അപ്പോൾ ഞാൻ മേലെ കാണിച്ചിരിക്കുന്ന സ്ക്രീനിൽ കാണിച്ച പോലെ തന്നെ ലെങ്ത്ത് നിങ്ങൾ എടുക്കുക കേട്ടോ. അതേപോലെ ഇഞ്ചസ് നോക്കിയിട്ട് അളന്നിട്ട് എടുക്കുക. ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ക്ലിയറായി മനസ്സിലാവും. ഞാൻ അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാനുള്ളൂ. ഇതുപോലെ നമ്മൾ 2 എൻഡിൻ്റെയും അറ്റഭാഗം ഇങ്ങനെ 2 മേലെയും താഴെയും കൂടി അടിച്ചു കൊടുക്കുക. ഇതുപോലെ സെൻറ്ററിൽ ഇതുപോലെ ഗ്യാപ്പ് വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയൊരു 1-1.5 ഇഞ്ച് ഇങ്ങനെ ഗ്യാപ്പ് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഈക്വലായിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ 2 സൈഡ് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, ഫസ്റ്റത്തെ അടി നമ്മളിങ്ങനെ സെൻറ്ററിൽ വേണം നിൽക്കാൻ. ഓക്കെ, ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം.
കറക്റ്റായിട്ട് നമുക്ക് 2 സ്റ്റിച്ചാണെങ്കിൽ ഇടാം, 1 സ്റ്റിച്ചാണെങ്കിൽ ഇടാം കേട്ടോ, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഈ ഒരു നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഹോളിൽ നമ്മൾ നന്നായിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ നല്ല വശം വെളിയിലേക്ക് മറിക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് മറിച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കമ്പി എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് കുത്തി കൊടുത്ത് ആ ഒരു എൻഡ് നല്ല നീറ്റായിട്ട് കിട്ടണമെങ്കിൽ അതുപോലെ ഒരു നമ്മൾ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിച്ച ഭാഗം ബാക്കിലേക്കും ഈ ഒരു ഭാഗം നമ്മൾ ഫ്രണ്ടിലോട്ട് വരിക. അതുപോലെ സെൻറ്റർ ഭാഗം നമ്മളങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്തതിന് കണ്ടോ കറക്റ്റായിട്ട് ഒരു ബട്ടർഫ്ലൈ നിൽക്കുന്ന രീതിയിലുള്ള ഷേപ്പ് കിട്ടിയില്ലേ. അപ്പോൾ ഈ ഒരു സെൻറ്റർ ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ടോ ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ഇതുപോലത്തെ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാവില്ല. നമ്മൾ കുറേ ഇതുപോലത്തെ ബാൻഡ് കുറേ വാങ്ങാൻ കിട്ടും. ചെറിയൊരു എമൗണ്ടിൽ തന്നെ കുറേ എണ്ണം കിട്ടും. അതുപോലെ ഞാൻ 20 പീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതാട്ടത്. അതിന് മുമ്പായിട്ട് നമുക്കിതൊരു ഒരു പീസ് ഇതുപോലെ ഒരു ചെറിയൊരു പീസ് ഇങ്ങനെ കവർ ചെയ്തൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ ഇതിന് നല്ല വശം വന്നിട്ട് അടിയിലേക്ക് പോകുന്ന രീതിയിലേക്കും കണ്ടോ, ഇതിന് നല്ല വശം അടിയിലേക്കും ചീത്ത വശം കേട്ടോ. നമ്മളിപ്പോൾ കാണുന്ന ഭാഗം ചീത്ത വശമാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ ഈ സാധനം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നല്ല വൃത്തിക്കൊന്ന് മടക്കി കൊടുക്കുക. കണ്ടോ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ആ ഒരു ഫോൾഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ഇടയിൽ തന്നെ ഈ ഒരു ബാൻഡും വെച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് അതിന് മേലെ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊരു നല്ലൊരു സ്റ്റിച്ച് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ അടിച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പോഷൻ ഇങ്ങനെ ഉണ്ടാവും, ബാക്ക് പോഷൻ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നന്നായിട്ട് നമ്മൾ ചെറിയ ചെറിയ നൂലുകളൊക്കെ ഇട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് അതിൻ്റെ ബാക്ക് ഭാഗം, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. നല്ല ക്യൂട്ടായിട്ടില്ല. നമ്മൾ വീട്ടിൽ കുട്ടികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. നമ്മളെ പോലെയുള്ളവർക്കാണെങ്കിലും ഹെയറിൽ അതുപോലെ യൂസ് ചെയ്യാം കേട്ടോ. നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ എനിക്കറിയുന്ന രീതിയിലൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുക കേട്ടോ. ഇത് എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, അപ്പോൾ ഇതാണെങ്കിലും ഇത് വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോണിറ്റയിലൊക്കെ കെട്ടുമ്പോൾ മേലെ കെട്ടാം, അല്ലെങ്കിൽ നമ്മൾ മേലെ മാത്രം ചെറുതായിട്ടൊന്ന് കുടുംബം അങ്ങനെ കെട്ടുമ്പോൾ അതിന് മേലെ ഇടാനൊക്കെ ഓക്കെ കേട്ടോ. ഇതെങ്ങനെയാണ് ഞാൻ ഇതെങ്ങനെയാണ് ഇടുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഞാനൊന്ന് ഇതുപോലെ ഒരു കൊണ്ട പോലെ കെട്ടും. എന്നിട്ട് അതിലിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഹെയർ സ്റ്റൈൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് നിൽക്കും. രസമില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി, പിന്നെ നമ്മൾ ക്രഞ്ചീസൊന്നും അങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിട്ടൊന്നും യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മുടെ ഹെയറിന് കുറച്ചും കൂടി എന്താ പറയുക, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ക്രഞ്ചീസ്. ഓക്കെ, അപ്പം എനിക്കൊന്നും അങ്ങനെ ഈ ഒരു ബാൻഡ് ഈ ഒരു സംഭവമില്ല. ഇത് ഞാൻ കുറേ എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണെങ്കിൽ എനിക്ക് ടൈറ്റ് നിൽക്കുള്ളൂ. അല്ലാതെ എനിക്ക് ക്രഞ്ചീസ് എത്ര തന്നെയാണെങ്കിൽ ഏത് ക്ലോത്ത് ആണെങ്കിൽ നമ്മൾ ക്രഞ്ചീസ് അധികം സാറ്റിനോ ഉണ്ടാക്കിയാണ് ഉണ്ടാക്കുക. അപ്പോൾ അതൊന്നും എനിക്ക് എത്ര ടൈറ്റ് കെട്ടിയാലും മുടി നിൽക്കത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ യൂസ് ചെയ്യുക. നമുക്ക് വീട്ടിലേക്ക് ഇരിക്കുമ്പോൾ ഇതുപോലേക്ക് നിശ്ചയമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയ്ക്കായിട്ട് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ.